നമസ്കാരം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി ദിവ്യ നടത്തിയ കള്ളക്കളികളുടെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കിക്കൊണ്ട് ചിത്രീകരിച്ച ലോക്കൽ ചാനൽ വഴി സമൂഹ മധ്യത്തിൽ അപമാനിക്കുകയും അതുവഴി അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ ആത്തോലമ്മയായി സ്വയം അവരോധിക്കുകയും ചെയ്യാനുള്ള ദിവ്യയുടെ ഗൂഢതന്ത്രമായിരുന്നു ഒറ്റയടിക്ക് അന്ന് തകർന്നു വീണത്. എന്നാൽ നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാൻ നടത്തിയ നാടകം ഇപ്പോൾ ആയമ്മയെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. അന്നത്തെ പെർഫോമൻസിന്റെ വീഡിയോയ്ക്ക് പുറമെ മറ്റ് ചില വീഡിയോകൾ കൂടി ആയമ്മയുടേതായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് ദിവ്യ നടത്തിയ പല അഴിമതികളും സംബന്ധിച്ച വോയിസ് ക്ലിപ്പുകളും വീഡിയോ ദൃശ്യങ്ങളും ചില സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അതായത് മറ്റൊരാൾക്കെതിരെ ദിവ്യ ഇതിനു മുൻപ് വ്യക്തിഹത്യ നടത്തുന്നതിൻ്റെ അടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് അതെന്നാണ് സൂചന. മാത്രമല്ല, നവീന്റെ മറുപടി പ്രസംഗവും സഹപ്രവർത്തകർ ചിത്രീകരിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ദിവ്യ തന്റെ ജാമ്യ ഹർജിയിലടക്കം ഉയർത്തിയ വാദങ്ങളിലൊന്ന് നവീൻ ബാബു തന്റെ ആരോപണത്തെ എതിർത്തില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു കുറ്റസമ്മതമായി കണക്കാക്കണമെന്ന തരത്തിലായിരുന്നു ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചത്. പക്ഷെ ദിവ്യയുടെ ഈ വാദം തെറ്റായിരുന്നുവെന്നും നവീൻ ബാബു ദിവ്യയുടെ ആരോപണത്തിനെതിരെ ആ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി കൊടുത്തിരുന്നുവെന്നും സഹപ്രവർത്തകരായ ആളുകൾ ഗീത IAS മുൻപാകെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പലരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു താനും. ഈ വീഡിയോ കൂടി പുറത്തു വന്നതോടുകൂടി ദിവ്യ എന്ന കള്ളനാണയം എല്ലാ അർത്ഥത്തിലും തകർന്നു വീണ് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 2 പ്രധാന ഓൺലൈൻ മീഡിയകൾ ദിവ്യയുമായി ബന്ധപ്പെട്ട ഇത്തരം ചില ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ദിവ്യ ഈ ദൃശ്യങ്ങൾ മറച്ചു പിടിക്കുകയായിരുന്നു. ദിവ്യയുടെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ പോലും വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പഠന കാലയളവ് മുതൽ തന്നെ ദിവ്യ എന്ന സഖാത്തിയുടെ വളർച്ചയുടെ പടവുകളിൽ അഴിമതിയുടെയും പ്രീണനത്തിന്റെയും എല്ലാം കറ പുരണ്ടിരുന്നു. P ശശിക്ക് വളരെ വേണ്ടപ്പെട്ടയാൾ എന്ന സ്ഥാനപ്പേര് ചാർത്തി കിട്ടിയ ദിവ്യ പാർട്ടിക്കുള്ളിലെ സാരിയുടുത്ത പിണറായി വിജയൻ തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള ദിവ്യ എന്ന പ്രതിയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ കുറിച്ച് മഞ്ജുഷയുടെ ഹർജിയിൽ 31ാമത്തെ പാരഗ്രാഫിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കേസിലെ സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകൾ, പ്രതിയുടെ പെരുമാറ്റം, കളക്ടർ പ്രശാന്തൻ എന്നിവരുടെ പെരുമാറ്റം, ഇവയെല്ലാം തന്നെ ഇതൊരു കൊലപാതകം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകങ്ങളാണ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നൽകിയ ഹർജിയിൽ കണ്ണൂർ കളക്ടർക്കും TV പ്രശാന്തനും ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഹർജി പരിഗണിച്ച കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത്. കേസ് ഡിസംബർ 10-ന് വീണ്ടും പരിഗണിക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P ദിവ്യ, യാത്രയപയോഗത്തിന്റെ മുഖ്യ സാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാനായി അപേക്ഷ നൽകിയ TV പ്രശാന്ത് എന്നിവരുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ വിവരങ്ങൾ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി. ജില്ലാ കളക്ടറേറ്റിലെയും നവീൻ ബാബു താമസിച്ചിടത്തെയും റെയിൽവേ സ്റ്റേഷനിലെയും വഴികളിലെയും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വേണ്ട തെളിവുകൾ സംരക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. ഫോൺ നമ്പറുകൾ വ്യക്തമല്ലാത്തതും അപൂർണവും എന്നാരോപിച്ചുകൊണ്ട് പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് കുടുംബം തള്ളുകയായിരുന്നു. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. കേസിൽ പ്രതിയല്ലാത്ത TV പ്രശാന്തന്റെ മൊബൈൽ ഫോൺ വിളികളുടെ പട്ടിക ശേഖരിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാകില്ലേ എന്ന് മജിസ്ട്രേറ്റ് വാദത്തിനിടയിൽ ചോദിച്ചിരുന്നു.